സോ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൂള് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതാണ് സാധനം. ഇതൊരു ഹെയർ റിമൂവറാണ്. പെയിൻലെസ് ഹെയർ റിമൂവൽ എക്സ്ഫോളിയേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ പേര് എപ്പിലേറ്റർ എന്നാണ് കേട്ടോ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ജസ്റ്റ് 1 റബ്ബിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാമെന്ന് പറയുന്നു. പിന്നെ നമുക്കിത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ആംസിൽ, ആംപിറ്റ്സിൽ, ബിക്കിനി ലൈൻ, ലെഗ്സ്, ബാക്ക്, ചെസ്റ്റ്, അങ്ങനെ എല്ലായിടത്തും യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും, സ്കിൻ സോഫ്റ്റ് ആക്കും, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ഈസി ടു ട്രാവൽ, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് ചെയ്യാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ ദിസ് ഇസ് ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. യൂഷ്വലി എനിക്ക് അത്ര വലിയൊരു ഹെയർ ഗ്രോത്ത് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എൻ്റെ കയ്യിലൊന്നും ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ചിലരിങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പര ഇങ്ങനെ ആക്കുന്നതാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതൊരു സർക്കുലർ മോഷനിലാണ് ഇത് റബ്ബ് ചെയ്യാണ് ചെയ്യാനുള്ളത് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ബോഡിയൊക്കെ ക്ലീൻ ആയിട്ട് വെക്കുക. അതായത് വേറെ ക്രീമോ പൗഡറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് കുറച്ച് ചെറിയ വാം വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇത് വെച്ച് റബ്ബ് ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്കിതിൽ വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നമ്മളൊരു വൈറൽ പ്രോഡക്റ്റ് ഇങ്ങനെ കണ്ടപ്പം എന്നാൽ പിന്നെ നമുക്കൊന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഈസിലി അവർ കാണിക്കുന്ന കണ്ടു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അങ്ങനെ വാങ്ങിച്ചതാണ്. സോ ഇതിങ്ങനെ വെച്ചിട്ട് കൊള്ളാം. ഒരു പൊടി പോലെ എന്തൊക്കെയോ വരുന്നു, എന്തൊക്കെയോ ഇളവി പോകുന്നു. മുടിയാണോ ഇളവി പോകുന്നത്? ഒരുപാട് ഹെയർ ഇതാ ഇതിലുണ്ട് കേട്ടോ, കുറേ കാണാൻ പറ്റുന്നുണ്ടോ? പെയിനൊന്നുമില്ല കേട്ടോ, ഒട്ടും വേദനയില്ല. പക്ഷെ ജസ്റ്റ് 1 റബ്ബ് എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. ഒരു റബ്ബിലൊന്നും ആവാൻ പോകുന്നില്ല. ആക്ച്വലി സ്കിൻ കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബേബി സോഫ്റ്റ്. ഇനി എൻ്റെ കയ്യിൽ ഓൾറെഡി രോമം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ഇതാണ്, അതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല. സോ നമുക്കിത് കാലിലൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മൊമെൻറ്റ് ഓഫ് അനദർ ട്രൂത്ത്. ഈ സാധനം ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുന്നു. അതായത് ഇതിന് വേദനയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് എൻ്റെ കയ്യിലെ രോമം ഭയങ്കര തിന്നാണ്, അതുപോലെ ഭയങ്കര വലിയതുമല്ല, കുഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വേദനയില്ലായിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷേവിങ്ങോ വാക്സിങ്ങോ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഞാനിതിപ്പോൾ എൻ്റെ കാലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കയ്യിലത് പോയതുപോലെ ഈസി ആയിട്ട് പോകുന്നുമില്ല. നല്ല വേദനയുണ്ട്. ഇങ്ങനെ റബ്ബ് ചെയ്യുന്നോറും നമുക്ക് വേദനയുണ്ട്. പോരാത്തതിന് നമ്മൾ അത്രയും പ്രഷർ കൊടുത്ത് റബ്ബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഭാഗം ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുകയും അവിടെ നല്ല റെഡ്നെസ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങോട്ടിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ മുറിയാൻ ചാൻസ് ഉണ്ട്, അവിടെ ഇവിടെ ആയിട്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. സോ കയ്യിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ കാലിൽ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് അത്രയും എനിക്ക് വന്നില്ല. സോ കയ്യിൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ദിസ് ഇസ് എ വിൻ പ്രോഡക്റ്റ്. പക്ഷേ കാലിൽ ചെയ്തപ്പോൾ എനിക്ക് മതിയായി, എനിക്ക് തൃപ്തിയായി. സത്യം പറയാമല്ലോ, എൻ്റെ പൊന്നോ. ഇതൊരു ഗ്ലാസ് പോലത്തെ ഒരു സാധനം ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള ആ ഒരു ഹെയറിൻ്റെ ആ തലയുണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് റൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഈ സാധനം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണം, മനസ്സിലായോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. അതൊട്ടും കൺവീനിയൻ്റ് അല്ല. പിന്നെ അതുമല്ല, ഇത് അത്രയും ടൈം കൺസ്യൂമിങ്ങുമാണ്. നമ്മൾ 5 മിനിറ്റ് തീർക്കേണ്ട പണി അരമണിക്കൂർ 1 മണിക്കൂർ എടുത്ത് തീർക്കേണ്ട ഒരു ഇത്. സോ ദി നേക്കഡ് ട്രൂത്ത് ബിഹൈൻഡ് ദിസ് പ്രോഡക്റ്റ് ഈസ് ദാറ്റ് ഇത് ഒട്ടും വേർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റേ അല്ല. ഇതാരും വാങ്ങിക്കാൻ നിൽക്കണ്ട, കാരണം ഇത് വെറും കൂതറയാണ്. വൈറലായിട്ടുള്ള ഈ വീഡിയോയിലൊക്കെ അവർ കാണിക്കുന്ന വെച്ചാൽ ഭയങ്കര ഹെയറി ആയിട്ടുള്ള ഒരു സ്കിൻ ഏരിയയിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടും അല്ല, ഇങ്ങനെ വലിച്ച് വാരി തേച്ചിട്ട് പിന്നെ കാണിക്കുമ്പോൾ ഭയങ്കര ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അത് ഫുൾ അവർ അഡ്വർടൈസ്മെൻറ്റ് പോലെയൊക്കെ ചെയ്യുന്നതാണ്. ദിസ് ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. പോരാത്തതിന്
ഇത് സ്കിന്നും നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ചെയ്യും. ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ സ്കിൻ സർഫസ് ഭയങ്കരമായിട്ട് റഫാവും, കാരണം നമ്മൾ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇതാരും വാങ്ങിക്കാതിരിക്കുക. സോ ഇതുപോലുള്ള വൈറൽ പ്രോഡക്ട്സോ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഷാനു സിംഗ്. ബൈ.